അപ്പോൾ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കത് ജാങ്കോയിലോട്ട് കയറുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ബാക്ക് എൻഡ് മാത്രമല്ലല്ലോ, ഫ്രണ്ട് എൻഡും ഉണ്ടല്ലോ. സോ ഫ്രണ്ട് എൻഡിൽ HTML CSS ഞാൻ പറഞ്ഞ കാര്യം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജാങ്കോയിലോട്ട് പോകുമ്പോൾ അത് യൂസ്ഫുൾ ആവും. ഓക്കെ. അപ്പോൾ രണ്ട് ടാസ്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജും നെറ്റ്ഫ്ലിക്സിന്റെ ലോഗിൻ പേജും ആയിരുന്നു നിങ്ങളോട് ഓൾറെഡി ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതിപ്പോ ആരും അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല, നിധി മാത്രമേ അത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. വേറെ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇന്നത്തേക്കായിരുന്നു അത് ഞാൻ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടാസ്ക് ഉണ്ട്. അപ്പോ ആകാശ് അത് ചെയ്യണം. അത് ചെയ്തിട്ട് നെക്സ്റ്റ് മൺഡേക്കുള്ളിൽ അടുത്ത രണ്ട് ടാസ്കും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ 5 ദിവസം ഉണ്ട്. ആ 5 ദിവസത്തിനിടയ്ക്ക് അത്രയ്ക്ക് വലിയ പാടൊന്നുമില്ല. ഒരു 2 മണിക്കൂർ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. രണ്ട് ടാസ്ക് ഞാൻ തരും. അപ്പൊ രണ്ട് ടാസ്ക് നിങ്ങൾ ചെയ്യാനായിട്ട് വില്ലിങ് ആയിരിക്കും. നമുക്കൊരു 3 മിനിറ്റും കൂടി നോക്കാം. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നിധി ചെയ്തപ്പോ? കുഴപ്പമില്ലായിരുന്നല്ലോ, കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ അല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്തു? അതെ അതെ, വെരി ഗുഡ്. അത് തന്നെ, ബോഡിക്കുള്ളിലാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. URL വെച്ചിട്ടല്ലേ കൊടുക്കുന്നത് അല്ലേ? URL വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്? ആ, ഓക്കെ. 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 നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് ടാസ്ക് അസൈൻ ചെയ്ത് തരും. ഓക്കെ. ഒന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട് ബേയുടെ വെബ്സൈറ്റ് അറിയാമോ? ഫ്രൂട്ട് ബേയുടെ വെബ്സൈറ്റ്. ഓക്കെ. ഓക്കെ. ആ ഒരു വെബ്സൈറ്റ് നിങ്ങളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മളെ ഡിബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്, ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത കോഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പക്ഷെ നിങ്ങൾ അത് നോക്കി ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ അതിനകത്തോട്ട് നിങ്ങളത് ഗ്രൂപ്പിൽ തന്നെ ഇടുക. അതാ പറഞ്ഞ 5 ദിവസം സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ ഒരു ടാസ്ക് ആയിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫുഡ്ബേയുടെ വെബ്സൈറ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിന്റെ മാത്രം ഇപ്പൊ ചെയ്യുന്നത്. ആക്ഷനോ അങ്ങനെ ഒന്നും ഇപ്പൊ ചെയ്യണ്ട. ഫ്രണ്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ വർക്ക് മാത്രം ചെയ്താൽ മതി. ജാവാസ്ക്രിപ്റ്റ് ഒന്നും യൂസ് ചെയ്യണ്ട. HTML CSS വെച്ചിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഫ്രണ്ട് എൻഡ് കിട്ടും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഗ്രൂപ്പിൽ കോഡ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ ആ കോഡ് ഇടുമ്പോഴേക്കും ഒരുപാട് ഇമേജ് ഉണ്ട്. ഇമേജ് ഞാൻ എന്റെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ പാർട്ടാണ് കോപ്പി ചെയ്തിട്ട് ഞാൻ കോഡിൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഇമേജ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പാർട്ടെടുത്താണ് നിങ്ങൾ ഇടാം. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്റെ കോഡ് എടുത്ത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടാസ്ക് ഇതാണ്. രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ജാങ്കോ വെച്ചിട്ടാണല്ലോ നിങ്ങൾ കണക്ഷൻ ഒക്കെ പഠിക്കുന്നത്. അതായത് URL ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിൽ പോകും. അതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ ആണെങ്കിൽ രജിസ്റ്റർ ബട്ടൺ വെക്കുമ്പോഴത്തേക്ക് നിങ്ങളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആകും. അതുപോലെ തന്നെ ലോഗിൻ പേജ് ആണെങ്കിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും യൂസർ നെയിമും പാസ്വേഡും ഡേറ്റാബേസിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ എന്താകും, ലോഗിൻ ആകും. അല്ലെങ്കിൽ ലോഗിൻ ആകത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ഫ്രണ്ട് എൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ 5 ദിവസത്തിനിടയ്ക്ക് ഈ രണ്ട് ടാസ്ക് നിങ്ങൾ ചെയ്യണം. കാര്യം മൺഡേ തൊട്ട് നിങ്ങൾക്ക് ജാങ്കോ സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഫുഡ് ബേയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇതും കൂടെ തരാം. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയാം. അതെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒരു പെറ്റ്, ഒരു ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം കേട്ടോ പ്രൊജക്റ്റിന്. അപ്പൊ ഞാനിപ്പോ പറയുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ വെറും സിമ്പിൾ ടോപ്പിക്, അതായത് പെറ്റ്, അതായത് ഓൺലൈനായിട്ട് പെറ്റ് ഷോപ്പ്. അതിന്റെ ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോ ആദ്യം തന്നെ നമ്മുടെ ഹോം പേജ് ആയിരിക്കും. ഹോം പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പെറ്റ് സ്റ്റോർ, വെൽക്കം ടു അവർ പെറ്റ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കും. ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരിക്കണം ഹോം പേജിൽ വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് പേജ് കാണും. അപ്പൊ ആ പേജസ് തമ്മിൽ കണക്ട് ചെയ്തത് ജംഗോ വെച്ചിട്ടാണെങ്കിലും ബൂട്ട് സ്ട്രാപ്പിൽ ഞാൻ നിങ്ങൾക്ക് വേറെ രീതിയിൽ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ HTML പേജ് അവിടെ വരും. അതുപോലെ തന്നെ വേറൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ ആ HTML പേജ് അവിടെ വരും. ഓർമ്മയുണ്ടോ അക്ഷയ്? സോറി ആകാശ്. അതെ അതെ, ബൂട്ട് സ്ട്രാപ്പ്. ഓക്കെ.
അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണ് ടാസ്ക് ചെയ്യുന്നത്. നിങ്ങൾ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ വേറെ ആരും ഇന്ന് ജോയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ടാസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഞാൻ എന്തായാലും റെക്കോർഡ് വീഡിയോ എന്തായാലും ഇട്ടേക്കാം. എന്തായാലും എല്ലാവരും നിർബന്ധമായിട്ട് ഈ ടാസ്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ഗൂഗിളിൽ നിന്ന് നമ്മുടെ ഫുഡ്വേയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ്. അതായത് ഫുഡ്വേയുടെ വെബ്സൈറ്റ് ആണ് ഞാൻ ഡയറക്റ്റ് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തത് കാണിച്ചു തരാം. ഫ്രൂട്ട് ബേ എന്ന് പറയുന്നത് ഒരു ജ്യൂസ് കടയാണ്. അതുപോലെ തന്നെ അവർക്ക് അതിന് ഒരു എല്ലാ ജില്ലകളിലും അവർക്ക് ആ ഒരു കടകളുണ്ട്. കടയുടെ ഓരോ പാർക്ക് എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ അവർ അതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വെബ്സൈറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് ഈ ഫ്രൂട്ട് ബേയുടെ മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നമുക്ക് ഏതൊരു പ്രൊജക്ട് ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് റെഫർ ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് അതൊരു എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ വെറും ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഫുഡ് പേ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ തന്നെ എന്തെങ്കിലും നിങ്ങൾ തന്നെ ചെയ്യണം സ്വന്തമായിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഗൂഗിളില് ഞാൻ ജസ്റ്റ് ഫുഡ് പേ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് അവരുടെ മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ആ കോഡ് ഷെയർ ചെയ്യും. നിങ്ങൾ ആ ഒരു രീതിയിൽ ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾക്ക് ജ്യൂസ് സ്റ്റോർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പെയിന്റ് സ്റ്റോറോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്റെ വെബ്സൈറ്റ്. ഞാൻ ഫുഡ്വേയുടെ വെബ്സൈറ്റ് ആണ് തുടങ്ങിയത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് വ്യൂ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കണം. അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചെയ്യിക്കണം. എക്സാമ്പിൾ ഈ ഫുഡ്വേ പോലെ. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജിലേക്ക് പോകണം. എബൌട്ട് പേജ് കാണണം. എബൌട്ട് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ട് കാണണം. ന്യൂസ് പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂസ് എന്തെങ്കിലും വേണം. അതുപോലെ രജിസ്ട്രേഷൻ പേജ്, ലോഗിൻ പേജ് ഒക്കെ കാണാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ പ്രസന്റ് ആണ്. പക്ഷെ നമ്മൾ അതിന്റെ കണക്ഷൻ നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജാങ്കോള പ്രൊജക്റ്റിൽ ഇത് ആവശ്യം വരും. അപ്പൊ നിങ്ങൾക്ക് ഈ കോഡൊക്കെ ജസ്റ്റ് ഈ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ, പറഞ്ഞോളൂ. അത് അതല്ല, ഞാൻ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരണം. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കി നിങ്ങൾ ഗ്രൂപ്പിൽ ഇടണം. അപ്പൊ ഒരാളിട്ടാൽ മാത്രമേ ബാക്കിയുള്ളവർ ആ രീതിയിൽ ഇടും. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ ആബ്സെന്റ് ആണ്. അപ്പൊ അവരും അത് കണ്ട് ഇന്ന് എന്തായാലും മണ്ടേക്കുള്ള അത് സബ്മിറ്റ് ചെയ്തേ പറ്റുമെങ്കിൽ മാത്രമേ എനിക്ക് HTML മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഇന്റേണൽ മാർക്ക്. സോ അത് ചെയ്യണം. നിങ്ങൾ വീഡിയോ എടുത്ത് അയക്കണം. വീഡിയോ മാത്രമല്ല, കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണ്ട. കോഡ് ഇട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീഡിയോ വേണം. ഓക്കെ, ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന വെബ്സൈറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ടായിരിക്കണം. ബൂട്ട്സ്ട്രാപ്പ് മീൻസ് ഹെഡർ മാത്രം കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഇതാണ് ഫുഡ്വേയുടെ വെബ്സൈറ്റ്. ഇവിടെ ഇപ്പോ ഓൾറെഡി ഇതിപ്പോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഇത് ഡിസ്പ്ലേ ഫ്ലെക്സിലാണ് കൊടുത്തെങ്കിൽ മേളിൽ ഒരു ഫ്ലെക്സ് ഉണ്ട്. അതായത് ഒരു ഡിബ് ആണ് മേളിൽ ഇരിക്കുന്നത്. ഈ ഡിബ് എന്ന് പറയുന്ന റോ വൈസ് ആണ്. അതിനകത്ത് ഇവിടെ ഫുഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെച്ചിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെക്കുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞായിരുന്നു സ്വന്തമായിട്ട്. അപ്പൊ നിധി ചെയ്തു ബോഡിയിൽ URL കൊടുത്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് റെഫർ ചെയ്യുക. ഇനി ഇത് കണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. ഇത് കൊടുത്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും ഇത് അവര് ഒരു ഡിബ് എടുത്തിട്ട് ഒരു ഡിബ് വെച്ചിരിക്കും. ഇത് റെഡ് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തിട്ട് ഒരു ഡിബാണ് ഈ വെച്ചിരിക്കുന്നത്. ഹൈറ്റ് വിഡ്ത്തും സെപ്പറേറ്റ് ചെയ്ത് ഒരു ഡിബ് വെച്ചിരിക്കുക, റോ വൈസ് ആക്കി. എന്നിട്ട് അതിലേക്ക് ടൈപ്പ് ചെയ്ത കാര്യങ്ങളാണ്. ഫോണ്ട് പല ഫാമിലി ഉണ്ട്, ഫോണ്ട് സൈസും പലതുണ്ട്. അതൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഡിബിനുള്ളിൽ ടൈപ്പ് ചെയ്യുന്നതാണ് ഇത്. 100%
പറയുന്നത് ഇത് ഗൂഗിളിൽ നിന്ന് ഇത് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ഇപ്പോ ഇപ്പൊ ഇത് ഫ്രൂട്ട്സിന്റെ ഇതായത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സിമ്പിൾസ് ആണ്. Just അതിന്റെ URL അതിന്റെ കോപ്പി പാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ താഴോട്ട് വരുമ്പോഴേക്കും ഈ ഒരു ഫ്രൂട്ട് പേട ഇത് എവിടെയൊക്കെ ഉണ്ടെന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോ എടപ്പള്ളി, കാക്കനാട്, തൃശ്ശൂർ, കോഴിക്കോട്, പെരിന്തൽമണ്ണ, തിരുവല്ല ഇത്രയും സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് നമ്മൾ ജസ്റ്റ് വ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. വ്യൂ മാപ്പ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വേറെ പേജിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അതൊന്നും പഠിച്ചിട്ടില്ല. നമ്മളിപ്പോ ജസ്റ്റ് ഫ്രണ്ട് എൻഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഫ്രണ്ട് എൻഡിൽ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഫുഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഒരു ഡിപ്പ് വീണ്ടും ഡിപ്പിന് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ഫ്ലെക്സ് ഡയറക്ഷൻ പ്രോ കൊടുക്കുക. എന്നിട്ട് ഹെഡിങ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഓരോ ബോക്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ബോക്സ് കൊടുത്താൽ മതി. സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഓരോ സിമ്പിളും ഓരോ സ്ഥലത്തും ഇത് നോക്കി ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ആ ഒരു സിമ്പിൾ ഗൂഗിളിൽ നിന്ന് നമ്മൾ എടുത്തിവിടെ വെക്കുക. എന്നിട്ട് അതിന് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മളൊരു ഡെവലപ്പർ ആകും നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ഒരു സമയമുണ്ട്. അത് നമ്മളിത് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. എന്നിട്ട് ഓരോ ഡിപ്പ് ഈ ഡിപ്പ് മൊത്തം രണ്ട് ഡിപ്പ് ഉണ്ട്. ആ ഫസ്റ്റത്തെ ഡിപ്പില് റോ വൈസ് കൊടുത്തു. അതാണ് ഇങ്ങനെ റോ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ താഴോട്ട് കൊടുക്കുന്നതാണ് ഇങ്ങനെ താഴോട്ട് വന്നത്. ഇനി ഫസ്റ്റ് ഡിപ്പില് ഫുഡ് ബൈ എടപ്പള്ളി എന്ന് പറഞ്ഞ ഹെഡിങ് H2ലോ H3ലോ കൊടുത്തിട്ട് പാരഗ്രാഫ് കൊടുത്തു, ഫോൺ നമ്പർ അഡ്രസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെന്താന്ന് വെച്ചാൽ ഇത് ബട്ടനാണ്, ടൈപ്പ് ഓഫ് ബട്ടനാണ്. സബ്മിറ്റ് ബട്ടനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സബ്മിറ്റ് ബട്ടണിന്റെ ബോർഡർ റേഡിയസ് കൊടുക്കുക. ബോർഡർ റേഡിയസ് ഇതുപോലെ വളർന്നു വരുന്ന രീതിയിൽ കൊടുത്തിട്ട് എത്രയെന്ന് വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ വ്യൂ മാപ്പ് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ആ ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അത് തന്നെ എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കൊടുത്തിരിക്കും അതെല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഓരോ സിമ്പിൾസ് കൊടുത്ത് വെച്ചിട്ട് H3 കൊടുത്തു, പിന്നെ പാരഗ്രാഫ്, പിന്നെ ഇതൊരു ബട്ടൺ, അങ്ങനെ ഓരോന്നും കൊടുത്തു. എവിടെയൊക്കെ അതുണ്ടെന്ന് നമ്മൾ കൊടുത്തിരിക്കും. നമ്മൾ ഇത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 3 ഇതായിട്ട് കൊടുത്താൽ മതി. ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇത്രയൊക്കെ ഒരു ചെയ്ത പോലെ അത്രയും നമ്മൾ കൊടുക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എൻക്വയറി ഫോമാണ്. അതായത് ഇതിപ്പോ ഈ ഒരു വെബ്സൈറ്റ് കണ്ടിട്ട് എനിക്കിപ്പോ ആ ഒരു അവരുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് എൻക്വയറി ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണിത്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഫോർ എൻക്വയറി. അതായത് ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ഫോം നമ്മൾ ചെയ്ത ഫോമിൽ ഇതിപ്പോ ഒരു ടിപ്പിലാക്കി കൊടുക്കുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ ഡിസ്പ്ലേ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുക. റോ കൊടുക്കുമ്പോഴേക്കും നേരെ വരാണ് റോ കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു റോ ആക്കി കൺവേർട്ട് ചെയ്യും. ഇത് ഇത്ര ഒരു റോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഇത്ര ഒരു റോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് റോയിൽ വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുക്കുമ്പോൾ താഴോട്ട് വരും. അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുമ്പോൾ ഇതും താഴോട്ട് വരും. അല്ല, റോ അല്ല, കോളം കൊടുക്കുമ്പോൾ ഇതും താഴോട്ട് വരും. നേരെ വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ റോ കൊടുക്കുക. എന്നിട്ട് ആ ഓരോ സെപ്പറേറ്റ് ഡിബില് കോളം ആക്കുക. എന്നിട്ട് ആദ്യത്തെ കോളം വൈസുള്ള ഡിബില് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. ഫോമിന്റെ H1 എന്ന് പറയുന്നത് ഫോർ ഫ്രാഞ്ചൈസ് എൻക്വയറി കൊടുത്തിട്ട് ഫോംസ് ക്രിയേറ്റ് ചെയ്യുക. നെയിം, ഇമെയിൽ, കോൺടാക്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് മാത്രം നമ്മൾ ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യേണ്ട ആക്ഷൻ ഒന്നും നമ്മൾ ചെയ്യേണ്ടതല്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതും ചെയ്യുക. ഈ ഒരു സിമ്പിൾ നമ്മൾ നേരത്തെ അവിടെ കൊണ്ടിട്ടായിരുന്നു, ഇവിടെ മേളിൽ കൊണ്ടിട്ടായിരുന്നു. അത് തന്നെയാണ് ഈ താഴെ വന്നിരിക്കുന്നതും. ജസ്റ്റ് സൈസ് ഒന്ന് ഇച്ചിരി കൂട്ടി കൊടുത്താൽ മതി. ഇത്രയും ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിവ്. അത് കഴിഞ്ഞിട്ടുള്ള ഡിവ് എന്ന് പറയുന്നത് ഒരു ഇമേജ്, ജസ്റ്റ് ഒരു ഫ്രൂട്ട്സിന്റെ, അതായത് ഒരു ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ഒരു ഇമേജ് കൊണ്ടുവെക്കുക. ഇത് വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഇത് സിമ്പിൾ ആട്ടോ. സിമ്പിൾ ആ കാര്യം. ഡിവ് ആണിത്. ഡിവ് നമ്മൾ ബോർഡർ റേഡിയസ് 50% കൊടുക്കുമ്പോഴേക്കും ഒരു വട്ടത്തിൽ ഒരു ഡിവ് കിട്ടും. ആ ഡിബിനുള്ളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇത് വേണം നമുക്ക് ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്താലും മതി. പിന്നെ ഇതൊന്നും വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്തില്ലെങ്കിലും ഇത്രയെങ്കിലും ചെയ്യുക. ഇതാണ് നമ്മൾ ഫുഡ് വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫുഡ് വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി? ഇതിപ്പോ ഞാൻ ചെയ്ത രീതി കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അതിന്റെ കോപ്പി ഇട്ട് തരാം. പക്ഷെ അത് ഒറ്റ നിങ്ങൾ അത് നോക്കാവുള്ളൂ. റൺ ചെയ്തിട്ട് അത് നോക്കി
ലിങ്കിൽ തന്നെ പകർത്തി വെക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ഇതിനകത്ത് ഇല്ലാതെ നിങ്ങളുടെ കഴിവിനെ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പുതിയ കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് ഇമ്പോർട്ട് ആക്കാൻ വേണ്ടി നോക്കുക. ഇനി ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഇത് ഫ്രൂട്ട് ബേയുടെ മെയിൻ വെബ്സൈറ്റ് ആണ്. ഇത് ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ, ഫ്രൂട്ട് ബേ ഇതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ചെയ്തതാണ്. അത് ഇതുപോലെ തന്നെ കറക്റ്റ് അതുപോലെ വന്നൊന്നുമില്ല, എങ്കിലും ഞാൻ കുറച്ചൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ഇമേജ് ഒക്കെ എനിക്ക് അതുപോലെ തന്നെ കിട്ടി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തു. ഇവിടെ ഇച്ചിരി തെളിച്ചം വരാനുണ്ട്. കാര്യം ഇവിടെ ഈ ഇമേജ് അല്ല വന്നത്, മറ്റേ ആപ്പിളിന്റെ ഇമേജ് വന്നത്. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിപ്സ് ഒക്കെ ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എനിക്ക് ഇത്രയും ചെയ്ത് ടൈം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അഡ്രസ്സ് തന്നെയാണ് കോപ്പി ചെയ്ത് എല്ലാത്തിലും പേസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എടപ്പള്ളിയിൽ തന്നെയാണ് എല്ലാ അഡ്രസ്സും കൊടുത്തിരിക്കുന്നത്. കാര്യം എനിക്കൊന്ന് നോക്കിയാൽ മതി ആ ഒരു രീതിയിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ടേ ഉള്ളൂ. നമ്മള് ജസ്റ്റ് വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പിന്നെ 3 ടിപ്സിനെ ഞാൻ ഫോളോ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻക്വയറി ഫോം ആണ്. ഞാൻ അതും ഏകദേശം കുഴപ്പമില്ലാതെ ചെയ്തു. പിന്നെ ഇവിടെ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇടാൻ പറ്റിയില്ല. ബാക്കിയൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഒരു ഇമേജ് കൊണ്ട് ക്ലോസ് ചെയ്തു. ഇത്രയുമാണ് ഞാൻ ചെയ്തത്. ഫ്രൂട്ട്ബേയുടെ വെബ്സൈറ്റ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യുക. ഇനി ഫ്രൂട്ട്ബേ ഉണ്ടെങ്കിൽ പകരം വേറെ എന്തെങ്കിലും, പക്ഷെ ഇത്രയും കണ്ടന്റ് ഇതിൽ വേണം. ഇത് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്. നിധി, ആകാശ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഓക്കെ, ചെയ്യുമ്പോ ഡൗട്ട് വരും, പക്ഷെ ഇത് കണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. വളരെ സിമ്പിൾ. നമ്മൾ ഡിഫും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. വെറും HTML CSS വെച്ച് മാത്രമാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ എന്റെ കോഡ് എന്തായാലും അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും കൂടി ഒന്ന് നോക്കാം. മണ്ടേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എല്ലാവരും. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്, നോട്ട് ചെയ്ത് വെക്കണേ. സെക്കൻഡ് ടാസ്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ഓരോരുത്തർക്കും ചൂസ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ ടോപ്പിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് തരാം. പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് HTML കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ പോവുക, ബൂട്ട്സ്ട്രാപ്പിലേക്ക് പോവുക. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നെയാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാം. ബൂട്ട്സ്ട്രാപ്പിലേക്ക് പോയിട്ട് ബൂട്ട്സ്ട്രാപ്പിന്റെ മെയിൻ വെബ്സൈറ്റ് എടുക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നല്ലേ ബൂട്ട്സ്ട്രാപ്പ്? ബൂട്ട്സ്ട്രാപ്പിന്റെ ടാസ്ക് ഒന്നും തന്നില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ആദ്യം ബൂട്ട്സ്ട്രാപ്പിൽ ഫസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ കോഡിൽ ഹെഡറിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കോഡും അവിടുന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഹെഡറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എങ്കിൽ മാത്രമേ എനിക്ക് ബൂട്ട്സ്ട്രാപ്പിൽ ഏത് കോഡ് എടുത്താലും എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഹെഡറാണ് വേണ്ടത്. ഹെഡർ മാത്രം മതി എനിക്ക് ബൂട്ട്സ്ട്രാപ്പിൽ. കാര്യം നിങ്ങൾക്ക് അത് ആ ഒരു ലിങ്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഹെഡർ മാത്രം മതി ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടോ. എനിക്ക് ഈ ഒരു ഹെഡർ തന്നെ മതി. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു, സേവ് ചെയ്തു.
ഒക്കെ റൺ ചെയ്ത് നോക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഓരോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഓരോന്ന് പോകണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട് പേജിൽ എനിക്ക് എന്തെങ്കിലും വെക്കണമെന്ന് വിചാരിക്കാം. ഞാനൊരു ഇതാണ് എന്റെ ഫ്രണ്ട് പേജ്. ഓക്കെ, ഞാൻ വെൽക്കം ടു ഓൾ എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഫസ്റ്റത്തെ എന്റെ നവബാറാണ്. അപ്പൊ നവബാറിലേക്ക് ഞാൻ ഈ എച്ച് ഡോട്ട് എച്ച് ടി എം എൽ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നവബാറിന്റെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. എനിക്ക് എച്ച് വണ്ണിൽ വെൽക്കം ടു ഓൾ എന്നാണ് കൊടുക്കേണ്ടത്. വെൽക്കം ടു ഓൾ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ നവബാറിന് ഇത് മാറ്റി കൊടുക്കുന്നു, ലിങ്ക് ആക്കി കൊടുക്കുന്നു. എ ഡോട്ട് എച്ച് ഡോട്ട് എച്ച് ടി എം എന്നാണ് എന്റെ പേര്. അത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കും, സേവ് ചെയ്യുന്നു, റൺ ചെയ്യും. ഓൾറെഡി നവബാറിൽ വെൽക്കം ടു ഓൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് ഇവിടെയാണ് എനിക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നവബാറിന് ഒന്ന് വേറെ ക്രിയേറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ബോഡിക്കുള്ളിൽ തന്നെ നമുക്കത് ചെയ്യാം. എച്ച് വൺ ഇട്ടിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോ ചുമ്മാ വെൽക്കം എന്നേ കൊടുക്കുന്നത് കണ്ടു. ഇവിടെ എനിക്ക് ഫസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാം, എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് കൊടുക്കാനായിട്ട്. എന്റെ രണ്ടാമത്തെ പറഞ്ഞാൽ ഹോം പേജ് ആണ്. ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത ഒരു പെറ്റ് സ്റ്റോർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ പെറ്റ് സ്റ്റോർ ആകുമ്പോൾ ഹോം പേജിൽ എന്തൊക്കെ വേണം, ഒരു ഐഡിയ ഉണ്ട്. ആകാശ് പറഞ്ഞ പെറ്റ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ക്രിയേറ്റ്, കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹോം പേജിൽ എന്തൊക്കെയാണ്? അതെ, എനിക്കിപ്പോ ഇവിടെ നിന്ന് എനിക്ക് ഫസ്റ്റ് കാണുന്ന ഈ വെൽക്കം പേജ് ആണ് വിചാരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വേറൊരു പേജിലേക്കല്ലേ പോകുന്നത്. ഹോം ഡോട്ട് എച്ച് ടി എം എന്ന് പറഞ്ഞാൽ അടുത്ത പേജിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അവിടെ എനിക്ക് എന്ത് കാണാം എന്ന് പറഞ്ഞേ, എന്തൊക്കെ കൊടുക്കണം എനിക്ക് അവിടെ ഒരു ഐഡിയ പറഞ്ഞേ. നിധി എന്ന് പറഞ്ഞ നിധി. ആ, എബൌട്ട് നമുക്ക് ലാസ്റ്റ് കൊടുത്താ പോരെ. എബൌട്ട് ഹോം പേജ്, അതായത് എബൌട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പേജ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഹോം പേജിനുള്ളിൽ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ആ, ഇമേജസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതെ അതെ, വെരി ഗുഡ്. അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് ഹോം പേജിൽ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ് പേജ് ഇല്ലെങ്കിൽ പെറ്റ് പേജ് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റും. ആനിമൽസ് മാത്രമായിട്ട്, അതായത് പെറ്റ് ആനിമൽസ് മാത്രമായിട്ട് ഒരു പേജിലാണെങ്കിൽ പെറ്റ് ബേർഡ്സ് ഒക്കെ ഒരു പേജിൽ, പെറ്റ് ഫിഷസ് ഒക്കെ ഒരു പേജിൽ, അങ്ങനെ ഓരോ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ ഓരോ ആനിമൽ ഡോട്ട് എച്ച് ടി എം എന്ന് പറയുമ്പോൾ പെറ്റ് ആനിമൽ ഡോട്ട് എച്ച് ടി എം എന്ന് പറയുമ്പോൾ പെറ്റ് ആനിമൽ ഡോട്ട് എച്ച് ടി എമ്മിന്റെ പേജിലേക്ക് അങ്ങനെ ഓരോന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എച്ച് വണ്ണിൽ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കും, ചൂസ് യുവർ പെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഇമേജ് കോപ്പി ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ടാസ്ക് പേജിൽ വന്നിട്ട് ആ ഹോം പേജിന്റെ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. അതായത് ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഹോം പേജിലേക്ക് പോകണ്ടേ.
സേവ് ചെയ്തു. റൺ ചെയ്തു. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ ഹോം പേജിലേക്ക് കണ്ടോ. അപ്പൊ ഇങ്ങനെ മാത്രം വേണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് റെഫർ ചെയ്താൽ എന്നിട്ട് അത് നോക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഫസ്റ്റ് പേജിൽ എന്തെങ്കിലും ഇമേജ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ നേരെ ഇവിടെ വന്നു, എനിക്ക് ഇഷ്ടമുള്ള ഇമേജ് ഞാൻ കോപ്പി ചെയ്യും. ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് കണ്ട എന്റെ വെൽക്കം പേജ്, ഇമേജിന്റെ സൈസ് ഒക്കെ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമേ. ഇതെന്റെ വെൽക്കം പേജ്. ഞാൻ ഹോം പേജിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് യുവർ ഫേവറേറ്റ് പേജ് എന്ന് പറഞ്ഞു വരും. അങ്ങനെ ഓരോ പേജിലും ഓരോന്ന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് ഒരു ആനിമലിനെ എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഈ ലിങ്ക് മാറ്റി നമുക്ക് രജിസ്റ്റർ മാറ്റി കൊടുക്കാം. അപ്പൊ ഈ കോഡ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, കാര്യം ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും കൂടി പറഞ്ഞത്. ഓക്കെ, ഇത് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. രജിസ്റ്റർ രജിസ്റ്ററിന് കൊടുക്കും. എന്നിട്ട് നോക്കുക, നേരത്തെ ചെയ്ത് വെച്ച ഫോംസ് എല്ലാം ഉണ്ടെന്നോ. ഉണ്ട്. ഫോം ഡോട്ട് എച്ച് ടി എം നോട്ട്. സേവ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഇ കോമേഴ്സ് വെബ്സൈറ്റിലാണ് ഓപ്പൺ ആകുന്നത്. ഇതിപ്പോ എന്റെ ഫസ്റ്റ് പേജ് നൗബാറിൽ ഞാൻ കൊടുത്ത കാര്യം ഇതാണ്. എന്റെ ഈ ഒരു ഡോക്യുമെന്റ് റൺ ആവുന്നതിന് ഫസ്റ്റ് വരുന്ന ഇതാണ് വെൽക്കം എന്ന് പറഞ്ഞൊരു ഇമേജ് വന്നു. എനിക്ക് വേണമെങ്കിൽ ഈ വെൽക്കമിന് എടുത്ത് നടുക്ക് വെക്കാം. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾ അതൊക്കെ ചെയ്യണം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ വെൽക്കം നടുക്ക് വരണം. എന്നിട്ട് ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ഒരു ഫോണിൽ കൊടുക്കുക. എന്നിട്ട് താഴെ ചൂസ് യുവർ ഫേവറേറ്റ് ഓൾ റൈറ്റ് പേജ് ക്ലിയർ എന്നൊക്കെ പറഞ്ഞ് കുറെ പാരഗ്രാഫ് ഒക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഫൂപ്പയുടെ വെബ്സൈറ്റ് കണ്ടതുപോലെ തന്നെ കൊടുക്കാം. ഇനി നമ്മൾ ഹോം പേജ് ചൂസ് യുവർ സേവ് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തിട്ട് ഇവിടെ 3 ബട്ടൺസ് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഫസ്റ്റ് ബട്ടണിൽ നമുക്ക് പെറ്റ് ആനിമൽ എന്ന് കൊടുക്കാം. സെക്കൻഡ് എന്നിട്ട് ഒരു പൂച്ചയുടെ ഫോട്ടോ കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണം അത് ചെയ്യാം. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും രജിസ്റ്റർ പേജിലേക്ക് പോകും. ഇപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച രജിസ്റ്റർ പേജ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. നിങ്ങൾ ഈ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഹോം പേജ് ഒക്കെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ നിങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ പേജ് വരുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്റ്റർ പേജ് വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ എന്നുള്ളതൊന്നും നിങ്ങൾ കൊടുക്കേണ്ട, കാര്യം അത് ജാങ്കോ ആണ്. രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചാൽ മതി. പിന്നെ അടുത്ത എബൌട്ട് പേജ് ആണ് വെക്കേണ്ടത്. എബൌട്ട് പേജ് വെക്കുക. അങ്ങനെ ഒരുപാട് പേജസ് വെക്കുക. മനസ്സിലായോ ആകാശ്? മനസ്സിലായി. ഇനി നമുക്കൊന്ന് ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ആക്ഷൻസ് എനിക്ക് വരുത്തണം. ചൂസ് യുവർ പേജ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണം. അപ്പൊ നമുക്കത് ചെയ്യാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ എടുക്കുന്ന എനിക്ക് നല്ലത്. ഇത് ഭയങ്കര വലിയ ലിങ്കാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് തന്നെ എനിക്ക് നല്ലത്. ഇനി എനിക്ക് 3 ബട്ടൺ വെക്കണമെന്ന് വിചാരിക്കുക.
കണ്ടോ ഇപ്പം ഇപ്പൊ ഞാനിവിടെ എന്റെ ഹോം പേജിൽ 3 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തു: പെറ്റ് ആനിമൽ, പെറ്റ് ബേർഡ്സ്, പെറ്റ് ഫിഷസ്. ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ആക്ഷൻ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് മൂന്ന് ഈ ബട്ടൺസ് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പെറ്റ് ആനിമലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വേറെ പേജ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തൊരു പെറ്റ് ആനിമൽ എന്ന് പറഞ്ഞത് ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെറ്റ് ആനിമൽ എന്ന് പറഞ്ഞ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പെറ്റ് ആനിമൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങോട്ടാണ് വരേണ്ടതെന്ന് അറിയാൻ ആനിമൽസ് കുറെ പൂച്ചകളുടെ ഫോട്ടോ, പൂച്ചയുടെയും ഡോഗ്സിന്റെയും റാറ്റ്സ്, വീട്ടിൽ വളർത്തുന്ന എല്ലാ മൃഗങ്ങളുടെയും ഫോട്ടോസ് നിങ്ങൾ റോ വൈസ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്യുക. എന്നിട്ട് ഫിഷസ് ആണെങ്കിൽ അതുപോലെ തന്നെ ബ്ലാക്ക് പേജിൽ ഫിഷസ് കൊടുക്കുക. പിന്നെ ഫ്ലവർ ബേർഡ്സ് ആണെങ്കിൽ അതുപോലെ കൊടുക്കുക. എബൌട്ട് പേജിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പെറ്റ് ഷോപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് വരും. മനസ്സിലായോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന്? മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ? ചെയ്തു വരുമ്പോ ഡൗട്ട്സ് ഒക്കെ ഒരുപാട് കാണും. നമുക്ക് ഒരുപാട് സെർച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ഗൂഗിളും ചാറ്റ് ജി പി ടി അറിയോ നിങ്ങൾക്ക്? ഓക്കെ, അതൊക്കെ അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടും അറിയത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ മൺഡേക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്ത് വെക്കണം. കാര്യം നിങ്ങൾ ഇത് പഠിച്ചിട്ട് മാത്രമേ ജാങ്കോയിലോട്ട് കയറാവൂ. കാര്യം ജാങ്കോയിൽ ഫ്രണ്ട് എൻഡ് വരുമ്പോഴേക്കും നിങ്ങൾ ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഇത് പഠിച്ചിട്ട് മാത്രമേ ജാങ്കോയിലേക്ക് പോകാവൂ മൺഡേ. ഓക്കെ, അപ്പൊ ഈ 2 ടാസ്കും ചെയ്ത് വിടുക. ഞാൻ ഫ്രൂട്ട് ബേഡ ഫുഡ് ബേഡ ഞാൻ ഓൾറെഡി കോഡ് ഇടുന്നുണ്ടല്ലോ. നിങ്ങൾ ജസ്റ്റ് അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ചെയ്താൽ മതിയല്ലോ. അത് നിങ്ങൾ തന്നെ മൊത്തം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഈ വെബ്സൈറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെയ്താൽ മതി. എന്നാലും ഞാൻ അതിൻ്റെ ഒന്ന് ഇട്ടേക്കാം, വിത്ത് വീഡിയോ ഉൾപ്പെടെ ഇട്ടേക്കാം. എന്താ? ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ കുറെ കണ്ടന്റ്സ് വേണമെന്നേ ഉള്ളൂ. ഇപ്പം ഹോം പേജ്, രജിസ്റ്റർ പേജ്, ലോഗിൻ പേജ്, പിന്നെ ഡീറ്റെയിൽ പേജ്, എബൌട്ട് പേജ്, ന്യൂ പേജ്, അങ്ങനെ ഓരോ പേജ് ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഹോം രജിസ്റ്റർ ഡ്രോപ്പ് ഡൗൺ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതുപോലെ ഓരോ കൊടുത്തിട്ട് ഓരോ പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഒരു ലുക്ക് വേണം. അതായത് ഇമേജ് ഫോണ്ടൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. ആക്ഷൻസ് ഒന്നും നിങ്ങൾ ചെയ്യണം, നമ്മൾ ജാങ്കോയിൽ ചെയ്യും. ജസ്റ്റ് ഫ്രണ്ടൊക്കെ മാത്രം ചെയ്താൽ മതി. ചെയ്യുമോ? ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. പെറ്റ് ഞാൻ പറഞ്ഞത് ടോപ്പിക് തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. മൺഡേക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.